ഒരു പരിഹാരം മദർ ഹോമിൽ ഉണ്ടായിരുന്നതാണ്. ആ സമയത്ത് സിസ്റ്റർ വെറുതെ മാറിപ്പോയി ഇരുന്നുകൊണ്ട് അവിടെ പോയിരുന്ന് വെറുതെ ഇങ്ങനെ മണ്ണിച്ചക്കി ഇരിക്കുമായിരുന്നു. എൻ്റെ അമ്മയുള്ള കാലത്താണ്. അമ്മ ആ സമയത്ത് വന്നിട്ടും പല ഇതൊക്കെ പറയുമെങ്കിലും ഒന്നും മൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നും അറിയാൻ പറഞ്ഞിട്ടല്ല, അത് എന്തോ അറിയില്ല, അത് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു പാഠവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പം ഇപ്പം ഈ പറഞ്ഞ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള അതിശയം തോന്നി, അതിനൊരു സന്തോഷം തോന്നി. കാരണം ഒരു വ്യക്തിയെ ദൈവം എത്രമാത്രം ഉയർത്തുന്നു എന്നുള്ളതാണ് പരിപാലനം. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രദറാണ് ലൂയിസ് ബ്രദർ. അന്നും ഇതുപോലെ തന്നെ കുറച്ച് കാൽവരി ശുശ്രൂഷകളായിട്ടൊക്കെ നടന്നിരുന്ന കാലത്ത് ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് ചെല്ലുന്ന കാര്യം വ്യക്തമായിട്ട് പറയണമെങ്കിൽ അതിലും വലിയൊരു രസമാണ്. ചെറിയൊരു പോസ്റ്റ് കണ്ട് ഇവിടെ വന്നതല്ല, കണ്ണൂർ ആദ്യമായിട്ട് ഇതിന് പോകാനായിട്ടുള്ള കാരണം വെറുതെ ഒരു ചെറിയ പോസ്റ്റ് ഒരു പള്ളിയുടെ മാർക്കിൽ എടുത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. പക്ഷെ ദൈവത്തിന് മുൻകൂട്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കി. അന്നേരം ഞങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. ആ സമയത്ത് കണ്ണൂരേക്ക് പോകാനായിട്ട് ഞങ്ങളൊരു കാര്യം തീരുമാനമുണ്ട്. ഞങ്ങൾ അതിനു മുമ്പ് തന്നെ നവീകരണത്തിലാണ്, 92 മുതൽ ഈ നവീകരണത്തിൽ വന്ന വ്യക്തികളാണ്. ശുശ്രൂഷ മേഖലകളിൽ ധാരാളം മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള സമയത്താണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുന്നത്. അതിനു മുമ്പ് ഉപവാസ ധ്യാനത്തിൽ 4 ദിവസത്തെ വെള്ളം പോലും കുടിക്കാതെയൊക്കെ ഒരു ഉപവാസം എടുക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഈ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു എല്ലാ വർഷവും നോമ്പ് വരുമ്പോൾ ഞങ്ങളുടെ ഒരു തീരുമാനമുണ്ട്. ഞാനിത് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കാതെ ഒരു കാര്യം ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഏത് നോമ്പ് വരുമ്പോഴും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു അതിനെ ഒരു മുന്നൊരുക്കമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പോസ്റ്റ് കണ്ടത്.